ഒരു വിശ്വാസത്തിൻ്റെ ക്രൈസിസ് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കാരണം വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റിയൊന്നും ഞങ്ങളിപ്പോൾ പ്രതികരിക്കുകയില്ല. കാരണം അത് കോടതി നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന ഒരു അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിലുള്ള കാര്യമാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നത് അവിവേകമായിരിക്കും. പക്ഷേ ഈ വാർത്തകളും ഒക്കെ തന്നെ വിശ്വാസികളുടെ മനസ്സിൽ, കേരളത്തിൻ്റെ മനസ്സിൽ തന്നെ വളരെ വലിയ സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതെ ആർക്കും മനസ്സിലാവും. അത് നമ്മൾ 2 വർഷം ഈ ബോർഡ് ഇരുന്നിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ആ സങ്കടത്തിന് കാരണമായ സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കാൻ ഒരിക്കലും നമ്മൾക്ക് അനുവദിച്ചുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണോ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കാനിടയായത്, അതിൻ്റെ ഒരു ആർക്കിടെക്ചറുണ്ട്, അതിൻ്റെ ചില നടപടിക്രമങ്ങളിലെ പഴുതുകളുണ്ട്, അതിൻ്റെ ചില സമീപനങ്ങളിലെ വൈകല്യങ്ങളുണ്ട്. ഇതൊക്കെ എന്താണെന്ന് പരിശോധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കാൻ സാധ്യമല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം നമ്മുടെ ഏക ലക്ഷ്യം എന്താണ്? ദേവസ്വം ബോർഡിനെ പറ്റി ഭക്തർക്കുണ്ടായിരുന്നൊരു വലിയൊരു അഭിമാനമുണ്ട്. ഞങ്ങളുടെ ദേവനെ പരിരക്ഷിക്കുന്ന ബോർഡാണ്. ആ ഒരു അഭിമാന ബോധത്തിൽ ഭക്തരെ തിരിച്ചുകൊണ്ടെത്താൻ പ്രാപ്തമായ നടപടികളുണ്ടാവണം. ഭഗവാന്റെ ഒരു സ്വത്ത് പോലും എങ്ങും പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഭക്തജനങ്ങളെ ധൈര്യമായിട്ട് കൊണ്ട് സമർപ്പിക്കുന്ന സ്വത്തും പൊന്നും ഒക്കെ ഭദ്രമാണ്. അത് ആ ഒരു അഷുറൻസ് കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് വൈകാരികമായി ഞാൻ ഉൾക്കൊള്ളുക. അത് ചെയ്യും. അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ഇനി വിശ്വാസം വേണപ്പെടില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇപ്പോഴത്തെ പ്രവർത്തന ശൈലി? നിലവിൽ ബോർഡ് കാലങ്ങളായി ഒരു പ്രവർത്തന ശൈലി, ഒരുപാട് സമയമില്ലാത്തത് ഞാൻ പറയാനുണ്ട്. എന്തുകൊണ്ടാണ് ഈ വികാരമൊക്കെ വ്രണപ്പെട്ടത്? അവിടെ അനഭിമതമായ കാര്യങ്ങൾ, ടു പുട്ട് എ മൈൽഡ് വേർഡ്, അനഭിമതമായ കാര്യങ്ങൾ നടക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ദേവസ്വം ബോർഡിൽ സാധ്യമല്ല എന്ന് ഈ സ്ഥാപനത്തെ നയിക്കുന്ന ഭരണസമിതി തീരുമാനിക്കുകയാണ് എങ്കിൽ അത് വളരെ കർക്കശമായി നമ്മളെ നടപടികൾ എടുക്കുമെങ്കിൽ ഇവിടെ ഒരു കുഴപ്പവും നടക്കില്ല, നടത്താൻ അനുവദിക്കില്ല. ഒരു കുഴപ്പവും നടക്കില്ല. എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്നൊക്കെ ഉള്ളത് ഏറെക്കുറെ അറിയാം. അതൊന്നും എനിക്കിപ്പോൾ പറഞ്ഞുകൂടാ. അതൊക്കെ ആ ഒരു അറിവ്, ആ ഒരു എക്സ്പീരിയൻസാണ് വ്യക്തിപരമായി എൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇന്ധനം അല്ലെങ്കിൽ ഒരു ഊർജ്ജമെന്ന്. ഐ വിൽ ആക്ട് ഓൺ ഇറ്റ്. നമുക്കത് പരിശോധിക്കണം. ഒന്നും ചാടിക്കയറൊന്നും ചെയ്യുന്നല്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഭരണത്തിനകത്തെ ഒരു പ്രൗഢമായിട്ടുള്ളൊരു സുതാര്യത ഉണ്ടാകുന്നതിൻ്റെ അഭിമാന മുഹൂർത്തം ഞാൻ സ്വപ്നം കാണുകയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും. ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എന്തെല്ലാം വഴിയിലൂടെയാണോ ഈ വൈകല്യം ഉണ്ടാകുന്നത്, ആ വഴികളെല്ലാം അടയ്ക്കും. ആ വഴിയിൽ ചൂട്ടുപിടിക്ക് നിൽക്കുന്നവരെ നമ്മൾ ഒഴിവാക്കണം. അത്ര തന്നെയുള്ളൂ. ഈ മുൻ ബോർഡുകളിൽ ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത കുറവുണ്ടായി. അതിനെപ്പറ്റി ഒന്നും എനിക്ക് ഒരു അഭിപ്രായം പറയുന്നില്ല. ഞങ്ങളുടെ ബോർഡിനെ പറ്റി പറയാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ ഒരു SIT അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ആ അന്വേഷണം മുന്നോട്ട് സഹകരിച്ച് മുന്നോട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു നടപടികൾ? എങ്ങനെയൊക്കെ ഞാൻ മറുപടി പറയേണ്ട കാര്യമാണോ? നാളെ ശബരിമലയ്ക്ക് പോകും. നാളെ രാവിലെ ശബരിമലയ്ക്ക് പോകാനാണ് മെമ്പർ വരും. അദ്ദേഹം വരുന്നുണ്ടോന്ന് ഞാൻ ചോദിച്ചില്ല. ചോദിക്കാൻ സമയം കിട്ടിയില്ല. അതിപ്പോൾ റിവ്യൂ ചെയ്യാൻ പോകണമല്ലോ. ഞങ്ങൾ പഴയ ചെയർമാൻ പ്രസിഡന്റ് ഇരിപ്പുണ്ട്. നമ്മളൊരു ആശയവിനിമയം നടത്തണമല്ലോ. എന്തൊക്കെ ചെയ്തു, എന്തെല്ലാം പാതി വഴിയായി, എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നൊക്കെ അദ്ദേഹം കൂടെ പറയും. ഞങ്ങളിപ്പോൾ അതിനാണ് പോകുന്നത്. ഈ ഉദ്യോഗസ്ഥർ കൊടുത്ത പല റിപ്പോർട്ടുകളാണ് ഈ പഴയകാല ദേവസ്വം ബോർഡുകൾക്ക് പ്രശ്നമായത്. അപ്പോൾ അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് പിടിമുറുക്കുമോ? അങ്ങനെ നമ്മൾ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് മേൽ മിടിമുറുക്കുമെന്നൊരു തലവാചകം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നമുക്ക് ഭക്തർക്ക് വേണ്ടി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും അവരുടെ വിശ്വാസത്തെ നിലനിർത്തുന്നതിനും എന്തെല്ലാം വേണമോ അതെല്ലാം ചെയ്യുന്ന ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പിടിമുറുക്കേണ്ടവരുടെ മേൽ പിടിമുറുക്കും, പിടിമുറുക്കപ്പെടേണ്ടവനാണെങ്കിൽ പിടിമുറുക്കും. അതല്ല വെറുതെ ഒരു റിപ്പോർട്ട് കിട്ടിയെന്നുള്ളതൊന്നും പിടിമുറുക്കുകയല്ല. കാരണം ഇതിനൊക്കെ നടപടിക്രമല്ലേ. 40-45 വർഷമായിട്ട് നമ്മളിതൊക്കെയല്ലേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒന്നും അതിൽ നിന്ന് നമ്മളെ ഒന്നും പിന്തിരിപ്പിക്കുന്നില്ല. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം. അത്തരത്തിലുള്ള കറക്റ്റായിട്ടുള്ള നമുക്ക് നടപടിയെടുക്കേണ്ട സന്ദർഭങ്ങളിൽ മറ്റു ഒരു പരിഗണനകളും ആ നടപടികളിൽ നിന്ന് ഈ ബോർഡിനെ പിന്തിരിപ്പിക്കുകയില്ല എന്നൊരു അഷുറൻസ് കൊടുക്കാൻ ഇപ്പോൾ എനിക്ക് പ്രാപ്തിയുണ്ട്. മണ്ഡലകാലത്തിന് തുടക്കത്തിലാണ് ചർച്ച എടുക്കുന്നത്. പക്ഷേ തൊട്ട് മുമ്പ് ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തുടങ്ങിയിരുന്നു. അതിലേക്ക് ഒന്നിപ്പോൾ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പരിശോധിക്കണം. തീർച്ചയായിട്ടും ഒരു ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പ്രയോജനം തന്നെ അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന പോരായ്മകൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ഒരു സമഗ്രമായ ഓഡിറ്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ സമഗ്രമായ ഓഡിറ്റ് വേണമെന്നുള്ള ആവശ്യമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു നടപടിയിലേക്ക് പോകാൻ എനിക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുകൂടാ. ഒരു സ്ഥാപനത്തിൽ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ച് അതിനകത്ത് ഓഡിറ്റേഴ്സ് ചൂണ്ടിക്കാണിച്ച പോരായ്മകൾ കൃത്യമായിട്ട് പരിഹരിച്ചു പോയാൽ അടുത്ത വർഷം അത്രയും
മോശം ഉണ്ടാവില്ല. അതാണ് ഞാൻ പഠിച്ച പാഠം. സ്പോൺസർമാരായി വരുന്നവരാണ്. അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അക്കാര്യത്തിൽ എന്താണ് സാർ നമ്മൾ ചെയ്യാൻ നമ്മൾ ചർച്ച ചെയ്തിട്ടേ പറയാൻ പറ്റും. ഇപ്പോൾ പറയാൻ പറ്റും. അവിഹിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാവും. അത്